ഇന്ത്യയിൽ നാം ഏതൊരു കാര്യത്തിനും ദൈവികമായി പൂജിക്കാൻ തുടങ്ങുന്നവരാണ്. തങ്ങൾക്ക് വിദേശത്ത് പോകാൻ വിസ ലഭിക്കാൻ വേണ്ടി ആളുകൾ പഞ്ചാബിലെ വിസ ഗുരുദ്വാരയിലേക്ക് പോകുന്നു. അവിടെ ആളുകൾ ലിറ്ററലി കളിപ്പാട്ട എയ്റോപ്ലെയിനുകൾ സമർപ്പിക്കുകയും വിസ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ തെലങ്കാനയിൽ വിസ വചലകി ക്ഷേത്രമുണ്ട്. ഇവിടെ ആളുകൾ വരികയും അവരുടെ പാസ്പോർട്ടിനും ഡോക്യുമെന്റ്സും സമർപ്പിക്കുകയും ചെയ്യുന്നു. കാരണം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ US വിസ പ്രോബ്ലം മാറുമെന്നാണ് ഇവരുടെ വിശ്വാസം. അതുപോലെ തന്നെ കൊൽക്കത്തയിലെ ഒരു ചൈനീസ് ക്ഷേത്രത്തിൽ പ്രസാദമായി ലഭിക്കുന്ന ചൗമീനും ഫ്രൈഡ് റൈസുമാണ്. ഇവിടെ നമ്മുടെ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ പ്രസാദമായി കൊടുക്കുന്നത് മഞ്ചാണ്. ഇനി ഇന്ത്യയുടെ രാജസ്ഥാനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ബുള്ളറ്റ് ബാബ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആളുകൾ ഇവിടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിനെയാണ് ആരാധിക്കുന്നത്. ഇത് മാത്രമല്ല, തമിഴ്നാട്ടിൽ ജയലളിതയുടെ ക്ഷേത്രം, ഗുജറാത്തിൽ മോദിയുടെ ക്ഷേത്രം, സോണിയാഗാന്ധിയുടെ ക്ഷേത്രം, ഈവൻ തെലുങ്കാനയിൽ ട്രംപിന്റെ വരെ ക്ഷേത്രങ്ങളുണ്ട്. ഇനി സിനിമാ താരങ്ങളെ നോക്കുകയാണെങ്കിൽ കൊൽക്കത്തയിൽ അമിതാഭ് ബച്ചന്റെ ക്ഷേത്രം, തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ രജനികാന്തിന്റെയും ഖുഷ്ബുവിന്റെയും നമിതയുടെയും ഈവൻ നിധി അഗർവാളിന്റെ വരെ ക്ഷേത്രങ്ങളുണ്ട്. ഇനി മനുഷ്യന്മാരല്ലാണ്ട് തമിഴ്നാട്ടിലെ സേലത്തിൽ ഏലിയന് വേണ്ടി ഒരു അമ്പലമുണ്ട്. ഇവിടെ ലിറ്ററലി ഏലിയന്റെ പ്രതിമേനെയാണ് പൂജിക്കുന്നത്. ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള ക്ഷേത്രങ്ങളും ആചാരങ്ങളും കാണുമ്പോൾ അമീർ ഖാന്റെ സിനിമയായ PK പറയുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലാകും. ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ ഒരു നാടിന്റെ സംസ്കാരത്തിനോ വളർച്ചയ്ക്കോ നല്ലതാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക.